ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 37ാമത്തെ ക്ലാസ്സിലേക്ക് 2025 നവംബർ മാസം 24-ാം തീയതി രാത്രിയിലെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ വന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 36 ക്ലാസ്സുകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന മേലാൽ സംഭവപ്പാട് വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ചും ദൈവസഭയുടെ എടുക്കപ്പെടലിനെക്കുറിച്ചുമുള്ള മർമ്മമേറിയ വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിൽ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നാം ദൈവം ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നു. അതിൽ ഇന്ന് രാത്രിയിൽ ഈ വിഷയങ്ങളെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും ഞാൻ ഈ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം എന്ന പകർസമയം ചിന്തിച്ചപ്പോൾ ഇത് എങ്ങനെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം, അതിനകത്തുള്ള പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് വെളിപ്പെടുത്തണമെന്ന് ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകുവാനിടയായിട്ടുണ്ട്. എനിക്കല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയം ഇട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാം. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന വചനത്തെ ഒട്ടും മറച്ചു വയ്ക്കാതെ വെളിപ്പെടുത്തുകയും ഇത് കേൾക്കുന്നവർ, പഠിക്കുന്നവർ അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം, മറ്റുള്ളവരെ പഠിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എളിയവൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ മാത്രം പ്രസംഗിക്കുകയോ ഞാൻ മാത്രം അതിൻ്റെ പുറകെ ഓടിയാണെന്ന് പ്രസംഗിക്കാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. തന്നിരിക്കുന്ന വചനം വിശ്വസ്തന്മാരായിരിക്കുന്നവരെ ഫലമേൽപ്പിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയും ഈ വിഷയം കർത്താവിൻ്റെ വചനം, സത്യമായിട്ടുള്ള വചനം ദൈവസഭ അറിയണം, കർത്താവിൻ്റെ വചനമായിട്ട് ഒരുക്കപ്പെടണം. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാങ്കല്പികതകളിൽ വിശ്വസിക്കാതെ യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കാൻ ഇടയായിത്തീരണം. ദൈവസഭ ഒരിക്കലും സാങ്കല്പിക അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുന്നതല്ല. നമ്മുടെ അനുമാനങ്ങൾക്കോ നമ്മുടെ അഭ്യൂഹങ്ങൾക്കോ ഉള്ളതല്ല ദൈവസഭ. ദൈവസഭ സത്യത്തിൻ്റെ വചനത്തിൽ പണിയപ്പെട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ നാളുകളിലെ ചരിത്രം അത് സത്യത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളും അഭ്യൂഹങ്ങളിലോ അങ്ങനെയുള്ള സങ്കല്പങ്ങളിലോ അല്ല ദൈവമക്കൾ വിശ്വസിക്കേണ്ടത്. യഥാർത്ഥമായിട്ടുള്ള സത്യം എന്താണെന്ന് ഗ്രഹിച്ച് അത് അനുസരിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അത് ദൈവത്തിൻ്റെ സമയത്ത് അത് ദൈവം വെളിപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വെളിപ്പാട് ദിവസം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെയാണ് നമ്മൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയും ദൈവത്തോട് എടുക്കപ്പെടാനുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് മറ്റൊരു സബ്ജക്റ്റാണ്. അത് സാധാനിക മഹോദ്രവമാകുന്ന 3 വർഷത്തെക്കുറിച്ച് നമ്മൾ അന്നേരം ആ സമയത്ത് എടുക്കും. ഇപ്പോൾ എടുക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകത്തെ 12-ാം അധ്യായത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ച് പഠിച്ചിരുന്നല്ലോ. 12 മുതൽ 1-ാം അധ്യായം 6 വരെയുള്ള വാക്യങ്ങൾ അത് കർത്താവിൻ്റെ സഭ, കാൺകുട്ടി ആകുന്ന സഭ, ആദിയാകമ്പാട് സഭ തേജസ്സോടുകൂടി സുഖത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതാണ് 12 മുതൽ 1 വരെ 6 വരെയുള്ള വാക്യങ്ങൾ. 7 മുതൽ അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ അത് തദവസരത്ത് നടക്കുന്ന മധ്യാകാശത്വവും അതിനുശേഷമുള്ള സംഭവങ്ങളെക്കുറിച്ചും ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് സാധാനിക മഹോത്തരമാകുന്ന 3 വർഷത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വൈസ് വിഷയങ്ങളെ പഠിക്കുന്നത് കൊണ്ട് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം ഞങ്ങൾ പഠിച്ചു, പല പ്രാവശ്യം ഇത് കേട്ടു. ഞാൻ വിചാരിക്കുന്നത് സൂര്യൻ അണിഞ്ഞ സ്ത്രീ എന്ന് കേട്ട് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് കാണും. എങ്കിലും ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ അത് വെളിപ്പെട്ട് കിട്ടണം, മാഞ്ഞു പോകാൻ പാടില്ല. ഞാൻ ഇന്ന് ഇത് സംബന്ധമായിട്ട് ഏകദേശം ഒരു 15 ചോദ്യങ്ങൾ ഈ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 12 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു 15 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ വെളിപ്പാട് ദിവസ പഠനത്തിൻ്റെ 50%-അധികമുള്ള പഠനം പൂർത്തീകരിക്കപ്പെട്ടു. ഇത് അറിയാതെ വെളിപ്പാട് ദിവസം വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാനിതിനെ ആവർത്തിച്ച് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത്. അങ്ങനെ 15 സുപ്രധാനമായ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അത് വെളിപ്പാട് ദിവസം മുഴുവൻ 12-ാം അധ്യായമല്ല, 12-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 12 വരെയുള്ള
വാക്യങ്ങൾ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടലുള്ള ബന്ധത്തിലുള്ള 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ചോദ്യവും നമ്മൾ ഉത്തരവും കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മനസ്സിൽ അത് മാറിപ്പോകത്തില്ല. ഇത്രമാത്രം ഞാനിതിനെ പഠിപ്പിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾക്കുന്ന എല്ലാവരും ഇത് ക്ലാസ് എടുക്കത്തക്കവണ്ണം അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കത്തക്കവണ്ണം വെളിപ്പാട് 12 എന്താണെന്ന് അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം നാം അതേക്കുറിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന രീതിയിൽ ഞാൻ 15 ചോദ്യങ്ങളെയും അതിൻ്റെ ഉത്തരത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ വെളിപ്പെടുത്തക്കവണ്ണം അതിനെ ഒന്നുകൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് വട്ടം കിടക്കാനല്ല, വെളിപ്പാട് പുസ്തകത്തിന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകണം. എന്നാൽ ഈ പുസ്തകം ഇത് 12-ാം അധ്യായം കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയാണ് ഏറ്റവും അതിപ്രധാനമായ സംഭവം. അതിൽ എങ്ങനെയെങ്കിലും നാം പങ്കാളികളാകണം. ഏതെങ്കിലും ഒരു സംഭവം നമ്മളതിനകത്താകണം, മറ്റുള്ളവരെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കാരണം അതൊരു ആവശ്യകതയായതുകൊണ്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ ദൈവമക്കളുടെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ എന്ന 3 ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കണം. ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നീ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കണം. പൊതുവെ നമ്മൾ ചോദിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ, വിശ്വാസസ്നാനമേറ്റോ, അഭിഷേകം പ്രാപിച്ചോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ ഇന്നിൻ്റെ ഈ കാലത്തിൻ്റെ പ്രസക്തിയായി ചോദ്യമായി രക്ഷിക്കപ്പെടണം, വിശ്വാസസ്നാനം ഏൽക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ നാം നമ്മോട് തന്നെ ചോദിക്കണം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഈ ചോദ്യം അവരോടും ചോദിച്ചവരെ അവരൊരുങ്ങിയിട്ടില്ലെങ്കിൽ അവരെ ഒരുക്കണം എന്നാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. എന്താണെന്ന് അറിയാമല്ലോ, കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ നാം എടുക്കപ്പെടുമോ? സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട്, സുവിശേഷരായിരിക്കും നാം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്നുള്ളൊരു ചോദ്യം ലോകത്തോട് നമ്മൾ ചോദിക്കാറുണ്ട്. അത് ലോകത്തോട് ചോദിക്കുന്നത്, നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു പ്രസംഗ വിഷയമാണ്. പരസ്യയോഗത്തിൻ്റെ അല്ലെങ്കിൽ പരസ്യ സുവിശേഷീകരണത്തിൻ്റെ പ്രധാന ചോദ്യമാണ്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്നുള്ളത്. അത് അങ്ങനെ ചോദിച്ചും പഠിപ്പിച്ചും വളർന്നു വന്ന ദൈവസഭ ദിവസങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്ന ചോദ്യമാണ്, ഇന്ന് കർത്താവ് വന്നാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇന്ന് കർത്താവ് വന്നാൽ എൻ്റെ നിത്യത എന്തായിരിക്കും? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവസഭയുടെ ദൈവാത്മാവ് ചോദിക്കുകയാണ്, ഇന്ന് നമ്മുടെ ആത്മമണവാളൻ വന്നാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ നിത്യത എന്തായിരിക്കും? ഈ ഒരു പ്രസക്തമായ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. എൻ്റെ കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും? എൻ്റെ കുടുംബം എന്തായിരിക്കും? എൻ്റെ സഭ എന്തായിരിക്കും? എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് വെളിപ്പാട് 12-ാം അധ്യായത്തെ ഞാൻ ഇത്രമാത്രം കാരികവിരുദ്ധയോടും ആത്മാവിൻ്റെ ഭാരത്തോടും സന്തോഷത്തോടും കൂടി പഠിപ്പിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ശ്രോതാക്കളുടെ എണ്ണം അധികം ഉള്ളതുകൊണ്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്. ഇത് ഗ്രഹിക്കാൻ, മനസ്സിലാകാൻ, ചിന്തിക്കാൻ, കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന ചില പ്രിയപ്പെട്ടുകൊണ്ടെന്ന് എനിക്കറിയാം. ആ താല്പര്യപ്പെടുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുന്ന ആലോചനയെ പകരുക എന്നുള്ളത് മാത്രമാണ് ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 15 ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളിൽ അത് മനസ്സിലായ കാര്യങ്ങളുണ്ട്, മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ചിന്തിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സ്വർഗമാകുന്ന പറുദീസയിൽ കാണപ്പെടുന്ന അടയാളമാകുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാകുന്നു, ആരല്ല എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് ആരല്ല അല്ലെങ്കിൽ ആരാകുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം ഇത് ആരല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് ആരാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇതാരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് ചിന്തകളും പഠിപ്പിക്കലും ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസക്തമായ ചോദ്യം ഇതാണ്, ഈ സൂര്യനെ അടിഞ്ഞ സ്ത്രീയോടുള്ള ബന്ധത്തിൽ കാണുന്ന വലിയൊരു അടയാളത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരല്ല, ആരാകുന്നു എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആരല്ല എന്നുള്ളതിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1,
ഇത് പറഞ്ഞിരിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ള കാര്യമാണ്, സംഭവിച്ച കഴിഞ്ഞ കാര്യമല്ല. ഇത് കന്യക മറിയാമിനെയോ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചോ പറഞ്ഞിട്ടുള്ളതല്ല. 2, സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ളത് ഇസ്രായേലിനെ കുറിച്ചുള്ളതല്ല. 3, ഇത് 144,000 എന്ന കേവലം ഒരു വിവാഹിതരല്ല, വിവാഹം മുടക്കി നിൽക്കുന്ന ചിലരുടെ സംഘമല്ല, അതിനെക്കുറിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. 4, പൊതുവായി പെന്തക്കോസ് മറ്റുള്ള ആൾക്കാരുടെ പൊതുചിന്ത ഇതാണ്, അതുമല്ല എന്ന് 4-മത്തെ കാര്യം മനസ്സിലാകാതെ മറ്റൊന്നുമല്ല. ജീവപുസ്തകത്തിൽ പേരുള്ള പുതിയ നിയമസഭയുടെ മുഴുവൻ വിശ്വാസികളും കളെയും അല്ല ഇത് ഉൾപ്പെടുന്നത്, ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മുഴുവൻ വിശ്വാസികളെയും അല്ല ഇത് വെളിപ്പെടുത്തുന്നത്. 4 കാര്യങ്ങൾ. 1, നാമധേയ ക്രിസ്ത്യാനികളുള്ള ബന്ധത്തിൽ. 2, ചില പ്രത്യേകമായിട്ടുള്ള പൊതുവായിട്ടുള്ള ചിന്തകൾ പഠിപ്പിക്കുന്ന പാരമ്പര്യ പഠിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. പിന്നീട് ഏറ്റവും അവസാനമായിട്ടുള്ളത് വേർപെട്ടെന്ന് പറയുന്ന സമൂഹം ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ ചിന്താഗതി, അതുമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം 4 കാര്യങ്ങൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ ഏതൊക്കെയല്ല, കന്യക മറിയാമോ യേശുവിനെ കുറിച്ചുള്ളതല്ല. ഇതേക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, സുദീർഘമായി ചിന്തിച്ചിരുന്നു, അല്ല എന്ന് തെളിയിച്ചിരുന്നു. 2, ഇത് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ല അത് എന്നുള്ളതും നാം അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെളിപ്പെടുത്തിയിരുന്നു. 3, 144,000 എന്ന് ചിലർ ക്ലെയിം ചെയ്യുന്ന, ചിലർ അവകാശപ്പെടുന്ന വിവാഹം കഴിക്കാതെ കാത്തിരിക്കുന്നവരുടെ സംഘത്തെ അല്ല ഇത് വെളിപ്പെടുത്തുന്നത്. 4, ജീവപുസ്തകത്തിൽ പേരുള്ള എല്ലാ വിശ്വാസികളുടെ സമൂഹത്തെയും ഇത് വെളിപ്പെടുത്തുന്നില്ല. ഈ 4 കാര്യങ്ങൾ അത് ഹൃദയത്തിൻ്റെ അകത്ത് എഴുതി വെക്കണം, മനസ്സിലാകണം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതല്ലെങ്കിൽ പിന്നെ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ ഇതല്ല എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ പിന്നെ ഇത് ആരാകുന്നു എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഇതല്ല എന്ന് പറയുമ്പോൾ അന്നേരം അടുത്ത ചോദ്യമുള്ളത് ആരാകുന്നു എന്ന് തെളിയിക്കണം. ആരാകുന്നു എന്നുള്ളത് നമുക്ക് അറിയാം, എങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നത്, വെളിപ്പെടുത്തുന്നത് മീതെയുള്ള യെരൂശലേമിനെയാണ് വെളിപ്പെടുത്തുന്നത്. അവൾ തന്നെ നമ്മുടെ അമ്മ, സ്വർഗത്തിൽ പണിയപ്പെടുന്ന പുതിയ യെരൂശലേം ആകുന്ന സ്വർഗീയ യെരൂശലേമിൽ ഉൾപ്പെടാനുള്ളവരെ ആലങ്കാരികമായ ഭാഷ അല്ലെങ്കിൽ നിഴലായി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് മീതെയുള്ള യെരൂശലേം എന്ന സ്ത്രീയെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ചന്ദനക്കാൽക്കിലായി 12 വർഷം കിരീടം വെച്ചിരിക്കുന്ന സ്ത്രീ വെളിപ്പെടുത്തുന്നത് മീതെയുള്ള യെരൂശലേമിനെ ആകുന്നു. മീതെയുള്ള യെരൂശലേമാകുന്നു നമ്മുടെ അമ്മ, അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നവർ മാത്രമാണ് പുതിയ യെരൂശലേം എന്ന സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന ആ വിശുദ്ധനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതിൻ്റെ അകത്ത് 4 തേജസ്സിൻ്റെ ആത്മീയ മണ്ഡലങ്ങളെക്കുറിച്ചും 3 പുനരുത്ഥാനങ്ങളെക്കുറിച്ചുമാണ് ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 4 തേജസ്സിൻ്റെ ആത്മമണ്ഡലങ്ങൾ: 1, സൂര്യതേജസ് പ്രാപിക്കുന്ന മണവാട്ടി സഭ. 2, തേജസ് പ്രാപിക്കുന്ന മണവാട്ടിയുടെ തോഴിമാട് ഗണത്തിൽപ്പെടുന്നവർ. 3, നക്ഷത്രങ്ങളുടെ തേജസ് പ്രാപിക്കുന്ന മണവാളൻ്റെ തോഴ്മക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്നൊരു ഗണവും. നക്ഷത്രങ്ങളിൽ വ്യത്യസ്തമുള്ള തേജസ് പ്രാപിക്കുന്ന ഇസ്രായേലിൽ നിന്ന് തല അറക്കപ്പെടുന്ന 144,000 ഉൾപ്പെടുന്നവരുമാണ് ഈ പറയുന്ന 4 ആത്മമണ്ഡലത്തിലുള്ളവരെയാണ് ഇവിടെ തേജസ്സിൻ്റെ മണ്ഡലങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അത് വെളിപ്പെടുത്തുമ്പോൾ 1, സൂര്യനെ അണിഞ്ഞ സ്ത്രീകളുടെ ബന്ധത്തിൽ ക്രിസ്തു യേശുവിൻ്റെ മണവാട്ടി സഭയെക്കുറിച്ചുള്ളത് നമുക്കറിയാം. മണവാട്ടി സഭയുടെ തേജസ് സൂര്യ തേജസ്സാകുന്നു. ചന്ദ്ര തേജസ് മണവാട്ടി സഭയുടെ തോഴിമാരുടെ ബന്ധത്തിൽ നഗരത്തിൻ്റെ ഭാഗമാകുന്നവരാകുന്നു. 1-ാമത്തെ ഗണത്തിൽപ്പെടുന്നവർ അത് മന്ദിരത്തോടുള്ള ബന്ധത്തിൽ, 2-ാമത് ഉള്ളവർ നഗരത്തോടുള്ള ബന്ധത്തിൽ, 3-ാമത് പറഞ്ഞിരിക്കുന്ന പഴയ നിയമവിശുദ്ധന്മാരുടെ ബന്ധത്തിൽ 1-ാം സ്വർഗത്തിലുള്ളവരെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് നഗരത്തിൻ്റെ മതിലിനോടുള്ള ബന്ധത്തിലും അതിൻ്റെ നക്ഷത്രങ്ങളോടുള്ള 12 ഗിരികളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പുതിയ യെരൂശലേമിൻ്റെ ഗോപുരങ്ങളുടെ ബന്ധത്തിൽ നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തത പ്രാപിക്കുന്ന തേജസ്സിനെ ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തേജസ്സിൻ്റെ 4 ആത്മീയ മണ്ഡലങ്ങളെ വെളിപ്പെടുത്തുന്നു: സൂര്യൻ,
ചന്ദ്രൻ, നക്ഷത്രം, നക്ഷത്രങ്ങളിൽ വ്യത്യസ്തമുള്ള തേജസ്. ഇതാണ് 4 പ്രത്യേകമായിട്ടുള്ള രീതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ, ചന്ദ്രൻ കാൽ കീഴായിട്ടുള്ളത്, അതുപോലെ ചന്ദ്രൻ കാൽ കീഴും 12 നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള 12 നക്ഷത്രങ്ങളുള്ള കിരീടത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നക്ഷത്രങ്ങളുടെ ബന്ധത്തിലുള്ള തേജസ്സിനുള്ള ബന്ധത്തിലുള്ള വ്യത്യസ്തത ഇവരെ ഇവിടെ വെളിപ്പെടുത്തുകയും 3 പുനരുത്ഥാനങ്ങളിലൂടെയാണ് ഇവരുടെ സംഘങ്ങൾ കർത്താവിൻ്റെ സിംഹാസനത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുന്നു, പുതിയ യെരൂശലേമിൻ്റെ ഭാഗമാറ്റാൻ വേണ്ടി എടുക്കപ്പെടുന്നതിനെ കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് മണവാട്ടി സഭയാകുന്ന ആദിജാതന്മാരുടെ സഭയായിരിക്കും ഒന്നാമത് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നത്. അതാണ് ഇനി വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അത് സംഭവിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനമാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ നടക്കുന്ന സംഭവം. അത് പെട്ടെന്ന് സ്വർഗാസുഖത്തിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ ആലങ്കാരിക ഭാഷയിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നടക്കേണ്ടുന്നത് ഒന്നാം സ്വർഗത്തിനും രണ്ടാം സ്വർഗത്തിനും ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ്. അത് 2 സാക്ഷിയുടെ പുനരുത്ഥാന ബന്ധത്തിൽ ഇവിടെ നിറവേറപ്പെടും. രക്തസാക്ഷികളാകുന്നവരുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അവരെ മറ്റൊരു രീതിയിൽ കൊല്ലുകയല്ല, തല ഛേദിക്കപ്പെടുന്ന, തല അറുത്ത് കളയുന്ന എതിർക്രിസ്തുവിൻ്റെ സമയത്ത് രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ ഉണ്ട്. അവരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അപ്പോൾ മൂന്നാം സ്വർഗത്തിലുള്ളത് കാണിക്കുന്നത്, അത് മൂന്നാം സ്വർഗത്തിലുള്ളത് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുന്ന ഒരാൺകുട്ടിയെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നുള്ള വിഷയത്തോട് ബന്ധപ്പെടുത്തുന്നു. 1 2 ഉള്ളത് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അത് 2 സാക്ഷികളുടെ ബന്ധത്തിലാണ് നിൽക്കുന്നത്. അവർ എതിർക്രിസ്തുവിൻ്റെ ഭരണാരംഭത്തിൽ നടക്കുന്ന 2 സാക്ഷികളുടെ പുനരുത്ഥാനത്തിലാണ് അവർ പുനരുത്ഥാനം പ്രാപിച്ച രണ്ടാമത്തെ സംഘം സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിക്കുന്നത്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന തല ഛേദിക്കപ്പെടുന്ന അവരുടെ പുനരുത്ഥാനം നടക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. അവരുടെ പുനരുത്ഥാനത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 12 നക്ഷത്രങ്ങളുടെ ബന്ധത്തിൽ ഉള്ള കിരീടത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം. അപ്പം സൂര്യതേജസ്സുള്ളവർ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടും. ചന്ദ്രതേജസ്സുള്ളവരോടൊപ്പം തന്നെ നക്ഷത്രതേജസ്സുള്ളവരും കൂടി എടുക്കപ്പെടുന്നതോടുകൂടി നഗരവും ആദ്യം മന്ദിരം പണിയപ്പെടും. മന്ദിരത്തിൻ്റെ ഭാഗം ആൾക്കാർ എത്തിച്ചേരും. 2 നഗരത്തിൻ്റെയും മതിലിൻ്റെ ഭാഗം സ്വർഗാസുഖത്തിൽ ഒരു ഭാഗം, നഗരത്തിൻ്റെ ഒരു ഭാഗവും മതിലും സ്വർഗാസുഖത്തിൽ എത്തിച്ചേരും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗവും അതുപോലെ തന്നെ ഗോപുരങ്ങളുള്ള ബന്ധത്തിലുള്ളവർ എത്തിച്ചേരുന്നു. 3 പുനരുത്ഥാനങ്ങളെയാണ് ഇവിടെ 3 വ്യത്യസ്ത നിലവാരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ സൂര്യനോടും ചന്ദ്രനോടും കിരീടത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് നാം ഗ്രഹിച്ചത്. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. അത് മനസ്സിലായി എന്ന് വിശ്വസിച്ചപ്പോൾ ആരാകുന്നു ചുരുങ്ങി ഇത്രയെങ്കിലും പറയാൻ മനസ്സിലാകണം. ഇത് മീതെയുള്ള യെരൂശലേമാകുന്ന നമ്മുടെ അമ്മയാണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക. ബാക്കി ഇത്രയും ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേലും ഈ സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത് മീതെയുള്ള യെരൂശലേമിനെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ അമ്മയാകുന്നു. അത് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുവാൻ ഉള്ള സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർ മാത്രമേ പുതിയ യെരൂശലേമിൻ്റെ മന്ദിരത്തോടും നഗരത്തോടും മതിലിനോടും ഗോപുരങ്ങളോടും കാണപ്പെടുകയുള്ളൂ. അവരെയാണ് ആലങ്കാരിക ഭാഷയിലും നിഴലായിട്ട് ഈ സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളോട് കൂടിയ കിരീടത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 തേജസ്സിൻ്റെ വ്യത്യസ്ത ഗണങ്ങളിലുള്ളവർ അഥവാ മണ്ഡലങ്ങളിലുള്ളവരാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവയുള്ളൂ. അവർക്ക് സ്വർഗീയ തേജസ് ലഭിക്കുന്നു. അവരെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ അവിടെ കാൽ കീഴിൽ ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങളോട് കൂടിയ ഒരു കിരീടവും വെച്ചിരിക്കുന്നു എന്നത് ഇത്രയും പറയാമല്ലോ. അത് മറന്നുകളയത്തില്ലല്ലോ. മീതെയുള്ള യെരൂശലേം നമ്മുടെ അമ്മയാകുന്നു. ഇതിനകത്ത് ഉൾപ്പെടുവാനുള്ളവരായിരിക്കും പുതിയ യെരൂശലേമിൻ്റെ ഭാഗമായി തീരുന്നവർ നിത്യയിൽ കാണപ്പെടുന്നത്. ഇതിൽ കാണപ്പെടാനുള്ളവർ മന്ദിരത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടി സഭ കാണും. നഗരത്തോടുള്ള ബന്ധത്തിൽ തോഴിമാരാകുന്ന ചന്ദ്രതേജസ്സുള്ളവർ കാണും. മതിലിനോടുള്ള ബന്ധത്തിൽ പഴയത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വിശുദ്ധന്മാർ കാണും. ഗോപുരങ്ങളുടെ ബന്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ
തലചേദിക്കപ്പെടുന്നവരാകുന്ന 144,000 പേരുടെ സംഘം കാണും. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ പ്രസക്ത ഭാഗം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ ഞാനത് വിശ്വസിക്കുകയാണ്, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, തീ നിറമുള്ള മഹാസർപ്പം അത് എന്തിനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് ഈ തീ നിറമുള്ള മഹാസർപ്പത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ അത് നമുക്കറിയാം, അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് മുമ്പായി എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും പൈശാചികനായിരിക്കുന്ന സാത്താൻ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൈശാചിക ത്രിമൂർത്തികളെയാണ് തീ നിറമുള്ള മഹാസർപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 3 കൂട്ടരാണുള്ളത്. പൈശാചിക ത്രിമൂർത്തികൾ എന്നേ പറയാവുള്ളൂ, പൈശാചിക തൃത്വം എന്ന് പറയരുത്. വളരെ ശ്രദ്ധിക്കണം. പൈശാചിക തൃത്വമല്ല, പൈശാചിക ത്രിമൂർത്തികൾ. എന്നാൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ളത് അത് ദൈവിക തൃത്വമാണ്. അത് 3ഉം ഒന്നാണ്, ഇക്വാലിറ്റിയാണ്. അതിൻ്റെ അത് വ്യത്യാസമില്ല, ഒന്നിനോടൊന്ന് ചേർന്നാണ് നിൽക്കുന്നത്. അതിനകത്ത് സമത്വമാണുള്ളത്. എന്നാൽ പൈശാചിക ത്രിമൂർത്തികളിൽ അങ്ങനെ ഇക്വാലിറ്റി ഇല്ല. അതിൻ്റെ അകത്ത് അധികാരത്തിന് വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൈശാചിക ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. പൈശാചിക ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ സർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. അപ്പോൾ സർപ്പം അവനാണ് ഈ ബോഷ്കിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അവൻ്റെ പ്രധാന അധികാര ഭാഗമാണ് തലയോടുള്ള ബന്ധത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് എതിർ ക്രിസ്തു അധികാരത്തിലുള്ള ബന്ധത്തിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവനായി കള്ളപ്രവാചകൻ വാലിനോടുള്ള ബന്ധത്തിലുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞപ്പോൾ ചിന്തിച്ചത്. അപ്പോൾ ഈ മഹാസർപ്പം വെളിപ്പെടുത്തുന്നതിനെ എന്നുള്ളത് പൈശാചിക ത്രിമൂർത്തികളാണെന്ന് മനസ്സിലാക്കി. അതിനകത്തുള്ളത് സർപ്പം, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. ഇതാണ് മൂവരുമാണ് പൈശാചിക ത്രിമൂർത്തികൾ. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ ചോദ്യം, സ്ത്രീ വേദനപ്പെട്ടു എന്നത് എന്തിനെയാണ് കുറിക്കുന്നത്? ഇപ്പം വേദനപ്പെട്ട് പ്രസവിക്കുന്നു, വേദനപ്പെട്ട് നിലവിളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വേദന എന്താണ്? അത് ഉപദ്രവമാണോ? പ്രസവവേദനയോടുള്ള ബന്ധത്തിലുള്ള വിഷമാണോ? ആ കർഷതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുമ്പോൾ അല്ല. ഈ സ്ത്രീ മീതലേശ്യയുടെ ഉള്ള ബന്ധത്തെ കാണിച്ചിരിക്കുന്നത് അത് സർവ്വസൃഷ്ടികളും ഈറ്റുനോവോടിരിക്കുന്നതിനെയാണ്. അതിൽ നിന്ന് ആദിയാത്മാരുടെ സഭ വെളിപ്പെടുന്നതിനുള്ള ബന്ധത്തിലുള്ള ഈറ്റുനോവുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സർവ്വസൃഷ്ടിയുടെ ഈറ്റുനോവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ സാത്താനിക മഹോദ്രവത്തെക്കുറിച്ചോ എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാകുന്ന ഈറ്റുനോവോ അതല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ശേഷമായി വളരെ അതികഠിനമായിരിക്കുന്ന ലോകാരംഭത്തിൽ നിന്നൊരു ഇനി മേലെ ഉണ്ടാകാത്തമായ അതികഠിനമായ കഷ്ടതയുടെ നാളുകളെ ചുരുക്കുന്ന കാലമോ പ്രസവവേദനയിലൂടെയോ പ്രസവവേദനയല്ല ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. വേദനപ്പെട്ടു നിലവിളിച്ചെന്ന് പറയുമ്പം ഇത് വേദന എതിർ ക്രിസ്തു സമയത്തെയാണോ അത് ചിന്ത വരാൻ പാടില്ല. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ 8-ാം അധ്യായത്തെ എടുത്ത് നമ്മൾ ചിന്തിച്ചിരുന്നു. സർവ്വസൃഷ്ടികളിൽ നിന്നുവരെയും ഞെരുങ്ങിയിട്ടുന്നവോടിരിക്കുന്നത് ഈ ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന വെളിപ്പാടിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. നാലാമത്തെ ചോദ്യം, മഹാസർപ്പം വാൽ കൊണ്ട് വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്നത് ആരാകുന്നു? മഹാസർപ്പം ആകാശത്തിൽ നിന്ന് തൻ്റെ വാൽ കൊണ്ട് വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്ന നക്ഷത്രങ്ങൾ 3-1 ആരാകുന്നു എന്നുള്ളതാണ് എൻ്റെ നാലാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആകാശത്തിലുള്ള പരദീസവാസികളായി 2 കൂട്ടം ദൂതന്മാരുണ്ടെന്നുള്ളതും അതിൽ ഒരു കൂട്ടർ ദൈവപുത്രന്മാരുള്ള ബന്ധത്തിൽ മനുഷ്യ സദൃശത്തോടുള്ള ബന്ധത്തിലുള്ളവരാണെന്നും രണ്ടാമത്തെ കൂട്ടർ നക്ഷത്രങ്ങളുടെ ബന്ധത്തിൽ ലൂസിഫറിനോടുള്ള ബന്ധത്തിലുള്ള ആ സദൃശ്യപ്പെട്ടവരാണെന്നുള്ളതും അത് ആണ് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രന്മാരും പ്രഭാത നക്ഷത്രങ്ങളും ഘോഷിച്ചുല്ലസിനെ പറഞ്ഞതിനെ കഴിഞ്ഞിരിക്കുന്നതായിരിക്കും ദൈവപുത്രന്മാർ എന്നുള്ളത്
ദേവന്മാരുള്ള ബന്ധത്തിൽ അത് ഉള്ളവരാണെന്നും അവരെയാണ് ഈ ദേവന്മാരാകുന്നവരെയാണ് അഥവാ ആകുന്നവരെയാണ് നോഹയുടെ പ്രളയത്തിന് മുമ്പുണ്ടായ വഷളത്വത്തിൽ സാത്താൻ വശീകരിച്ച് അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പാപം ചെയ്ത് അന്നത്തെ പുരാതന ലോകത്ത് നശിച്ചു പോകാൻ കാരണമായിട്ടിരുന്നത് സാത്താൻ അവരെ വശീകരിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് ചെയ്ത പാപം കൊണ്ടാണ്. എന്നാൽ ഇവിടെ അതിനുശേഷമായി അന്ന് പാപം ചെയ്ത ദൂതന്മാരെ മണ്ണത്തിലാക്കി നരകത്തിൽ ചങ്ങലക്കിട്ട് അന്ധതാമസന്റെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അതിനുശേഷവും ഈ പറയുന്ന ഇപ്പോഴത്തെ ലോകത്തിലും സാത്താൻ്റെ പക്ഷം ചേരുന്ന ആകാശത്തിലെ ദൈവോത്രന്മാരായിരിക്കുന്നവരുണ്ട്. അവർ ഉൾപ്പെടുന്നതാണ് ദുഷ്ടാത്മസേനയായിട്ട് സ്വർഗത്തിൽ ഉള്ളത്. എന്നാൽ ഇതുവരെയും നക്ഷത്രങ്ങളിൽ നിന്ന് പ്രഭാത നക്ഷത്രങ്ങളിൽ നിന്ന് ആരും തന്നെ സാത്താൻ്റെ പക്ഷം ചേർന്നിട്ടില്ല. ഒരുവൻ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ, അത് ലൂസിഫറാകുന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷ സംഭവിക്കുന്ന ആ ദിവസം അന്ന് വാലുകൊണ്ട് വശീകരിച്ച് നക്ഷത്രങ്ങളിൽ പ്രഭാത നക്ഷത്രങ്ങൾ 3-1 വലിച്ചുകൂട്ടി അവൻ താഴേക്കിടും എന്നുള്ളത് നിവൃത്തിയിരിക്കപ്പെടാനുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അതാണ് എൻ്റെ അർത്ഥം. വാൽ കൊണ്ട് വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് ഇടുന്നത് പ്രഭാത നക്ഷത്രങ്ങളാകുന്ന ലൂസിഫർ ആയിരുന്ന ആ മണ്ഡലത്തിലുണ്ടായിരുന്ന ഇതുവരെയും അവർ തെറ്റിപ്പോയിട്ടില്ല. എന്നാൽ അവരൊരു കൂട്ടമായി ഒരുമിച്ച് അവരെ വഞ്ചിച്ച് വലിച്ചിടാനുള്ള വശീകരണത്തിൻ്റെ ശക്തിയും പ്രയോഗിക്കപ്പെടുന്ന ദിവസമാണ് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത്. അതാണ് ഈ പറയുന്ന വാൽ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ വലിച്ചുകൂട്ടി മുമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നിരിക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ ചോദ്യം, ഏദനിൽ കണ്ട പാമ്പ് മഹാസർപ്പമായി തീരുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് നമുക്ക് കാണുന്നത്. പഴയ പാമ്പെന്ന് പറയുമ്പോൾ അവിടെ കണ്ടത് ഒരു തലയൊക്കെ ഉണ്ടായിരുന്ന പാമ്പായിരുന്നു, അവിടെ വശീകരിച്ച പാമ്പായിരുന്നു. എന്നാൽ അതെങ്ങനെ 7 തലയുള്ള തീനിറമാകുന്ന വലിയ മഹാസർപ്പമായി അതിൻ്റെ വാലും തലയും 7 തലയൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചോട് ചോദിക്കുമ്പോൾ ഇത് വലുതാകാൻ കാരണം പൊടിയാകുന്ന മനുഷ്യനെ തന്ന് അവൻ്റെ സാമ്രാജ്യത്തിൽ അവൻ്റെ അതിനിലേക്ക് പോയ ഒരുപാട് പേരെ തിന്നിട്ടുണ്ട്. അങ്ങനെ പൊടി തിന്ന് കർത്താവ് നീ പൊടി തിന്നുമെന്ന് പറയും. മനുഷ്യ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് ചേരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാപം ചെയ്ത് പാവിയായി തീർന്ന മനുഷ്യനെ മുഴുവനും തിന്ന് പഴയ പാമ്പ് മഹാസർപ്പമായി തീർന്നു. അതിൻ്റെ 7 തല കാണിക്കുന്നത് കർത്താവിനെ ക്രൂശിക്കുന്ന ദിവസം അന്ന് കർത്താവിൻ്റെ തലയെ തകർത്തപ്പോൾ അവൻ്റെ ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി മാറിപ്പോകുന്ന രീതിയിൽ അവൻ്റെ ആലോചന രീതിയിൽ തകർത്ത് കളഞ്ഞതാണ് ഈ പറയുന്ന 7 തലയെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തലയിൽ കാണുന്ന 7 രാജമുടി കാണിച്ചിരിക്കുന്നത് അവൻ്റെ ആധിപത്യം കേവലം 7 വർഷമേ ഉള്ളൂ എന്നുള്ളതാണ്, എണ്ണപ്പെട്ട വർഷങ്ങളാണ് എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പാമ്പ് വലിയ പാമ്പായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ സാമ്രാജ്യത്വവും അതിൻ്റെ മുഴുവൻ എണ്ണവും തികയപ്പെടുന്ന ദിവസം കൂടിയാണ് ഈ പറയുന്ന ഇവനെ മഹാസർപ്പമായി പർദീസ് സ്വർഗത്തിൽ വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യനെ തിന്ന് അവൻ തിന്ന് ചെറിയ അവസ്ഥയിൽ നിന്ന് വലുതായി തീർന്നു. അവൻ ആകാശത്തിലെ പർദീസവാസികളായിരിക്കുന്ന ദൂതന്മാരെ ദൈവപുത്രന്മാരായിരിക്കുന്നവരെ വശീകരിച്ച് അവൻ്റെ കൂട്ടത്തിൽ കൂട്ടി. അതുപോലെ തന്നെ അവൻ പ്രഭാത നക്ഷത്രങ്ങളെ കൂടി വലിച്ചവൻ്റെ കൂട്ടത്തിൽ കൂട്ടുമ്പോൾ സാമ്രാജ്യത്വം വെളിപ്പെടുത്തുന്നു. അഥവാ പിശാചിന് എത്രമാത്രം അവൻ ആൾക്കാരെ അവൻ്റെ കൂട്ടത്തിൽ കൂട്ടാം എന്നുള്ളതിൻ്റെ തെളിവായി ആണ് ഈ ഇവിടെ മഹാസർപ്പമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, പാമ്പ് പൊടി തിന്ന് മനുഷ്യനെ തിന്ന് വലുതായി തീർന്നു. എന്നാൽ അവൻ്റെ പല്ലിനിരയായി തീരാതെ അവന് നമ്മളെ തിന്നാതെ ദൈവത്തിൻ്റെ കൃപയാൽ നാം ദൈവവചനം ഭക്ഷിച്ചതുകൊണ്ട് നാം പൊടിയല്ല. ദൈവം നമ്മുടെ ശരീരം മണ്ണായി തീർന്നാലും നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രാണനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ജനിക്കപ്പെട്ടിരിക്കുന്നത് വചനം കൊണ്ടാണ്, ദൈവവചനം കൊണ്ടാണ്. അപ്പോൾ നാം വചനമാകുന്ന ദൈവവചനം കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും സാത്താന് തിന്നാൻ കഴിയത്തില്ല, അവൻ്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയത്തില്ല. രാത്രിയിൽ സന്തോഷമുള്ളവരായിരിക്കണം. നാം പൊടിയായിരുന്നു, പൊടിയിലേക്ക് തിരികെ ചെയ്ത് നമ്മുടെ ശരീരം ചേർന്നാലും നമ്മുടെ അകത്തുള്ള ആത്മാവിനെ അവൻ്റെ പക്ഷത്തേക്കല്ല പോയത്. വചനത്താൽ നാം വീണ്ടും ജനിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ അവൻ്റെ ഭാഗത്തല്ല. അവനെ വളരുവാൻ ഇടയായി കൊടുത്തില്ല.
അനേകര് മുഖാന്തരം പാപത്തിൽ മരിച്ച് അവൻ്റെ ഭാഗമായി തീരുമ്പോൾ അവൻ്റെ പാപത്തിൻ്റെ ഏറ്റവും വലിയ ആ വശീകരണ മുഖാന്തരമായി നക്ഷത്രങ്ങളിൽ പ്രഭാനക്ഷത്രത്തിൽ 3-1 കൂടി വശീകരിക്കുന്നതോടുകൂടി മഹാസർപ്പമായി വെളിപ്പെട്ടിരിക്കുന്നതാണ് മറ്റൊരു അടയാളമായിട്ട് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വലുതായി വലിയ പാമ്പായി ചേർന്നിരിക്കുന്നത് വെളിപ്പെടുത്തി അവൻ്റെ മുഴു സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുന്നു. സാത്താൻ എത്രമാത്രം വളർന്ന് അവൻ്റെ മുഴു സാമ്രാജ്യത്വമാകാമോ അതാണ് അന്ന് വെളിപ്പെടുന്നത്. കാരണം അന്ന് അവൻ്റെ മുഴു സാമ്രാജ്യത്തോടും പടവെട്ടിയാണ് മീഖായേലും സൈന്യവും ജയിച്ച് അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത്. ഇത് അങ്ങനെയാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. 6ാമത്തെ ചോദ്യം, സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടി ആരാകും? ഈ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ചോദ്യമാണ്. അത് ആരാകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് സംശയം കൂടാതെ എത്ര പേർക്ക് പറയാൻ സാധിക്കും? അത് സ്വർഗത്തിൽ പ്രയോഗിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയാകുന്നു, ജയാളികളാകുന്ന സഭയാകുന്നു. ഈ പ്രവചനം 2-ാം അധ്യായം സങ്കീർത്തനം 2:9 പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നെങ്കിൽ വെളിപ്പാട് 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലെ സഭകളുടെ ബന്ധത്തിൽ പറയുന്ന ജയാളികളാകുന്ന ദൈവസഭയെക്കുറിച്ചാകുന്നു എന്നുള്ളതും, അപ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നവർ ജയാളികളാണെന്നും അവർ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാകുന്നെന്നും യേശു ക്രിസ്തുവിൻ്റെ സകല അധികാരങ്ങൾക്കും കൂട്ടവകാശിയായിത്തീരുന്നവരാണ് ഈ ആൺകുട്ടിയെന്നും ആൺകുട്ടിയാണ് മണവാട്ടിയായി മണവാട്ടി സഭയായി അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ വേണ്ടി എടുക്കപ്പെടുന്ന ആൺകുട്ടി എന്നുമാണ് നാം വചന തെളിവുകളിലൂടെ നാം വെളിപ്പെടുത്തി മനസ്സിലാക്കിയത്. അപ്പോൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ള അധികാരം വേറെ ആർക്കുമില്ല. യേശു ക്രിസ്തുവിനും അവനോടുകൂടെ ചേരുന്ന ഒന്നായിത്തീരുന്ന ക്രിസ്തുവിനുള്ള അവൻ്റെ മണവാട്ടിയാകുന്ന സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ തികവ് പ്രാപിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന സിംഹാസനം ഇരിപ്പാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ഈ പദവിയുള്ളത്. അവരെയാണ് ആൺകുട്ടിയായിട്ട് വേദവസ്തുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പ്രസവിക്കുന്ന മേരിയുള്ള യെരൂശലേമിൽ നിന്ന് ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ്റെ അതേ കൂട്ടവകാശികളായിത്തീരാനുള്ള അധികാരമുള്ള ഒരു കൂട്ടത്തെ, ഒരു സംഘത്തെയാണ് ഈ ആൺകുട്ടി പ്രതിദാനം ചെയ്യുന്നത് എന്നാണ് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം അതിൻ്റെ 7ാമത്തെ ചോദ്യമാണ്, ആദിജാതന്മാരുടെ സഭയുടെ പുനരുത്ഥാനവും രൂപാന്തരവും സ്വർഗാരോഹണവും വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാകുന്നു? അപ്പം നമ്മൾ ആദിജാതന്മാരുടെ സഭയാണ്. അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനത്തിൽ സ്വർഗാരോഹണം പ്രാപിച്ചു. അവർ ഇവിടുന്ന് തേജസ് പ്രാപിച്ച് എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ വെളിപ്പെടുത്തും എന്ന് ഒന്നിവിടെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അത് നമുക്ക് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീ പ്രസവിച്ചു എന്നുള്ളത് അലങ്കാരിക ഭാഷയിൽ സ്ത്രീ ആദിജാതന്മാരുടെ ആൺകുട്ടിയെ പ്രസവിച്ചു. അത് പുനരുത്ഥാനത്തെയും ആ സമയത്ത് രൂപാന്തരത്തിലുള്ള ബന്ധത്തിലാണ് ആൺകുട്ടിയെ പൊതുവായി കാണിക്കുന്നത്. പെട്ടെന്ന് എടുക്കപ്പെട്ടു, സ്വർഗീയ സിംഹാസനം എടുക്കപ്പെട്ടു എന്നുള്ളത് ദൈവസഭയുടെ എടുക്കപ്പെടലിനെ കുറിച്ച് കണ്ണിമിക്കുന്നിടയിൽ സ്വർഗാസുഖത്തിലെ സിംഹാസനത്തിലേക്കാണ് എടുക്കപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഇവിടെ മറ്റൊരു സംശയം കൂടി നമുക്ക് നിവർത്തിയിരിക്കപ്പെടുന്നു. എടുക്കപ്പെടുന്ന സഭ, ആദിജാതന്മാരുടെ സഭ സ്വർഗത്തിലേക്കാണ് എടുക്കപ്പെടുന്നത്, അതല്ലാതെ മണിയറയിലോ മധ്യാകാശ മണിപ്പന്തലിലോ അല്ല എന്നുള്ളതും ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചോദ്യത്തിനും നമുക്കത് വളരെ കൃത്യമായി വെളിപ്പെടുത്തി കാണിക്കാൻ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അത് പുനരുത്ഥാനവും രൂപാന്തരവുമാണ് വെളിപ്പെടുത്തുന്നത്. മീതിയുള്ള പർദീസയിൽ നിന്ന് 3-ാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും തദവസരത്തിൽ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവരുടെ അതേ കാറ്റഗറിയിൽപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന അതേ യോഗ്യതയുള്ളവരുടെ രൂപാന്തരവും അവർ ഒരുമിച്ച് എടുക്കപ്പെട്ട് സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാധ്യതമാരുടെ സഭ എടുക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പെടുത്തും. ആൺകുട്ടി എവിടേക്കാണ് എടുക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ അത് സങ്കല്പികമല്ല. ഈ ആൺകുട്ടി ആദിജാതന്മാരുടെ സഭയാണ്. എടുക്കപ്പെടുന്ന ക്രിസ്തുവിനോട് കൂട്ടവകാശത്തിരുന്നവർക്ക് അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാനുള്ള വരമാണ് ലഭിക്കുന്നത്. അവിടേക്കാണ് എടുക്കപ്പെടുന്നത്, അതല്ലാതെ
മണിയറയിലോ മറ്റു ഒരു രഹസ്യ സ്ഥലത്തേക്കുമല്ല എടുക്കുന്നത്. കർത്താവിനോട് കൂടി എപ്പോഴും ഇരിക്കും. സിംഹാസനത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ നിങ്ങളെപ്പോഴും എന്നോട് കൂടി ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള ആ വചനം നിവൃത്തിയിരിക്കപ്പെടുന്നത് ആ സമയത്താണ്. അപ്പോൾ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, സഭ എന്നാൽ ആദിയാതന്മാരുടെ സഭ, തികവുള്ള സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നീട് ഇരിക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിലെ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിലാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അടുത്തൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു 10ാമത്തെ ചോദ്യം, ശരിയാണെങ്കിൽ 10ാമത്തെ ചോദ്യമാണ്. അത് മറ്റൊന്നുമല്ല, ഈ എന്തുകൊണ്ട് മണവാട്ടി സഭയുടെ എടുക്കപ്പെടലിനെ കുറിച്ച് ഇവിടെ അങ്ങനെ പ്രസ്താവിച്ചിട്ടില്ല? ഇവിടെ എഴുതി വെക്കാമായിരുന്നത് ആദിയാത്മാട്, അല്ലെങ്കിൽ ആദിയാത്മാട് സഭയാണെന്നോ അല്ലെങ്കിൽ മണവാട്ടിയാണെന്നോ അങ്ങ് രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ ഇത്രയും സങ്കീർണത വരത്തില്ലായിരുന്നത്. അവിടെ അങ്ങ് എഴുതിയാൽ പോരായിരുന്നോ? എന്തുകൊണ്ട് എഴുതിയില്ല? നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് എഴുതാതെ ഇങ്ങനൊരു ആൺകുട്ടിയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ലേഖനങ്ങളിലും കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും വെച്ചും അതിനെ കുറിച്ചുള്ള വിശദീകരണം തന്നിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടത്, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലേഖനങ്ങളിൽ വളരെ സവിസ്തരമായിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെ മധ്യാകാശ വരവിനെക്കുറിച്ച് നിരവധി ഭാഗങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ രേഖപ്പെടുത്താതെ മറഞ്ഞിരുന്ന ഒരു കാര്യത്തെയാണ് വെളിപ്പാട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് വരുന്ന സംഭവത്തെക്കുറിച്ചും കർത്താവിനും ഗംഭീരനാഥം, പ്രാണ ശബ്ദം, എല്ലാത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് എടുക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ അതിനെയാണ് ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ശ്രീവത്സവയ്ക്കുന്ന ആൺകുട്ടി സകലജാതികളെയും ഇരുമ്പ് കൊണ്ട് മേയ്പ്പാനുള്ളവരാണെന്ന് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതാത്തത്. ഈ സമയം അകലന്നിരിക്കുമെന്നോ അപ്പോൾ കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോകുമെന്നോ ഒന്നും എഴുതാത്തതിൻ്റെ കാരണം ഇതിന് മുമ്പുള്ള ഭാഗങ്ങളിൽ അതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. നാം ഈ ഭാഗം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ കർത്താവിൻ്റെ മധ്യാകാശപരമുള്ള സംബന്ധമായി പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഇവിടെ നമുക്കത് യോജിപ്പിച്ച് പഠിക്കാം. അതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് യോജിപ്പിച്ച് നമുക്ക് ചേർത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് സബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് എഴുതപ്പെടാത്തത്. 11ാമത്തെ ചോദ്യമായിട്ട് നിൽക്കുന്നത്, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു എന്ന് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അപ്പം ഈ ആൺകുട്ടിയെ പ്രസവിച്ച ശേഷമായ സ്ത്രീ അത് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു എന്നുള്ളത് എന്തിനാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അത് കാണിച്ചിരിക്കുന്നത് അതുവരെയും മീതുലേശയം സ്വർഗീയ മണ്ഡലത്തിൽ അഥവാ പർദീസയുള്ള മണ്ഡലത്തിലാണ് കാണപ്പെട്ടതെങ്കിൽ ഇതിന് ശേഷമായി മരുഭൂമിയായിത്തീരുന്ന ഭൂമി, പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിയെടുത്ത് സ്വർഗാസുരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആത്മാവിൻ്റെ നദി ഇവിടുന്ന് ഒഴി മാറുന്നതുകൊണ്ട് ഈ ഭൂമിയുടെ മണ്ഡലം, ഭൂമി ആത്മീയമായി മരുഭൂമിയായി മാറുന്നു. ആത്മീയ മരുഭൂമിയിലാണ് ഈ സ്ത്രീയുടെ സന്തതി ശേഷിപ്പുള്ളവരുള്ള ബന്ധത്തിൽ പിന്നീട് സ്ത്രീയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ത്രീയെ ഇവിടെ 1260 ദിവസം 3.5 വർഷം ഉള്ള ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മീയ മരുഭൂമി ആണ്. മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയിലാണ് പിന്നീട് കാര്യങ്ങൾ, മുമ്പോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അടുത്ത 3 വർഷത്തെ സാത്താനിക മഹത്വത്തെക്കുറിച്ചും ആ സമയം വരെ സ്ത്രീകളുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ കാണാം. അതിനുള്ള ബന്ധത്തിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങളുള്ള ബന്ധത്തിലാണ് ഇവിടെ ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി 1260 ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12ാമത്, മേലാൽ സംഭവിപ്പാനുള്ള സ്വർഗീയ യുദ്ധം ഏതാകുന്നു? നീ സംഭവിപ്പാനുള്ള യുദ്ധം ഏതാകുന്നു? നമുക്ക് ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് അറിയാം. എന്നാൽ ഇനി മേലാൽ സംഭവിപ്പാനുള്ള യുദ്ധത്തിൽ ഏതാകുന്നു ഇനി സംഭവിപ്പാനുള്ള യുദ്ധം? നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ സാധിക്കും, ഇനി സംഭവിക്കാൻ പോകുന്ന യുദ്ധം നമുക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. അതിൽ നമ്മൾ പങ്കാളികളാകുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി നടക്കുന്ന യുദ്ധമാണ് മധ്യാകാശ യുദ്ധം. നടക്കാൻ പോകുന്ന യുദ്ധം സ്വർഗത്തിലുണ്ടാകാൻ പോകുന്ന മധ്യാകാശ യുദ്ധമാകുന്നു. അതേക്കുറിച്ച് തുടർന്ന് നമ്മൾ ചിന്തിക്കും.
ഇത്രയുമാണ് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മളെന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കുമ്പോഴുള്ള മറ്റ് ചോദ്യങ്ങൾ കൂടി ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവിടെ മധ്യാകാശുദ്ധമാകുന്നു. 13ാമത്തെ ചോദ്യം, സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ, അത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്? യോവിന്റെ പുസ്തകത്തിലെ ചോദ്യമാണ്. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ, നക്ഷത്രങ്ങൾക്ക് പോലും ശോഭയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രന് ശോഭയില്ല, നക്ഷത്രങ്ങളുടെ ബന്ധത്തിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യോവിന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ തൻ്റെ വിശുദ്ധമായല്ലവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. സ്വർഗാസ്വർഗമല്ല. സ്വർഗാസ്വർഗത്തിൽ എപ്പോഴും അവിടെ വിശുദ്ധി മാത്രമേ ഉള്ളൂ, അവിടെ അശുദ്ധിയില്ല. ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞാൽ പർദീസയാണ്. പർദീസയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗം പോലും പർദീസ പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഇത് നിർമ്മലമായി തീരുന്നത്, എന്നാണ് സ്വർഗാസ്വർഗത്തെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടി വായിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 25-ന്റെ 4 മർത്യൻ 4-5 ഭാഗങ്ങൾ. മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചൻ എങ്ങനെ നിർമ്മലനാകും? ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. അപ്പോൾ വിശുദ്ധന്മാരിൽ, മനുഷ്യരിൽ ദൈവത്തിന് വിശ്വാസമില്ല, എല്ലാവരിലും ഇല്ല. മനുഷ്യ സ്വഭാവം മാറിപ്പോകും. ദൈവം സൃഷ്ടികളിൽ ദൈവത്തിന് വിശ്വാസമില്ല. സൃഷ്ടികൾക്ക് മാറ്റമുള്ളതാണ്, വ്യത്യസ്തതയുള്ളതാണ്, അത് ശുദ്ധിയുള്ളതല്ല. എന്നാൽ നക്ഷത്രങ്ങളിൽ 1/3 ശുദ്ധിയില്ലാതെ തീരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് പറയുന്നത്. ദൈവത്തിന് അറിയാം ഇവർ ഈ സൃഷ്ടി വശീകരിക്കപ്പെട്ട് ഇവൻ്റെ കൂടെ പോകുന്നുള്ള അറിയാം, അത് സംഭവിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാണ് സ്വർഗം ഇപ്പോൾ തൃക്കണ്ണിന് വിശുദ്ധമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം മനസ്സിലാകണം. യോവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 15-ാം അധ്യായം 25-ാം വാക്യം വായിച്ചിരിക്കുമ്പോൾ കാണുന്ന ഭാഗം അതാണ്. നക്ഷത്രങ്ങളും ദൈവത്തിന് മുമ്പിൽ നിർമ്മലമല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവരൊന്നും ഒരു കൂട്ടര് മാറിപ്പോകും. സൃഷ്ടികൾ വഴിതെറ്റിപ്പോകും, നിർമ്മലമല്ല. എന്നാൽ നിർമ്മലമാകുന്ന സൃഷ്ടികളുണ്ട്. സൃഷ്ടിയിൽ പാപത്തിനടിപ്പെടാവുന്ന നമ്മെ ദൈവം നിർമ്മലന്മാരാക്കി, നിർമ്മല കന്യകയാക്കി മാറ്റി. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി നമ്മെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നക്ഷത്രങ്ങളിൽ ദൈവത്തിന് നിർമ്മലമെന്ന് തോന്നുന്നില്ല. സൃഷ്ടികളെക്കുറിച്ച് നോക്കുമ്പോൾ അത് നിർമ്മലമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിർമ്മലമെന്ന് കണ്ടിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച, കഴികൾ പ്രാപിച്ച ആ രക്തത്തിൻ്റെ മുഴുവലയുടെയും ജീവിത വിശുദ്ധി വെളിപ്പെടുത്തുന്ന വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് നിർമ്മലമെന്ന് കണ്ട് സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കുന്നത്. ആ ഗണത്തിൽപ്പെടുന്നവരാണോ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം നിർമ്മലമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് ധന്യമായി, അർത്ഥപൂർണമായി, ദൈവത്തിന് നക്ഷത്രങ്ങളിൽ, സൃഷ്ടികളിൽ വിശ്വാസമില്ലെന്നാൽ പുതിയ സൃഷ്ടിയായിരിക്കുന്ന എന്നിലും നിങ്ങളിലും ദൈവം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ വചനത്തെ നൽകുന്നത്, തൻ്റെ പുത്രനെ നൽകിയത് നമ്മെ നിർമ്മലമാക്കി തീർത്ത് ആ സ്വർഗീയ നിർമ്മലമായിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ കർത്താവ് തൻ്റെ ജീവൻ തന്ന് നമ്മെ നിർമ്മലീകരിച്ചു. അതിൽ നിൽക്കണമേ എന്നും ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ സ്വർഗത്തെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ്, അഥവാ പർദീസയെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ അവരുടെ സ്ഥാനം അവിടെ കണ്ടില്ല എന്ന് പറയുമ്പോൾ മധ്യാകാശ ശുദ്ധം കഴിയുന്നതോടുകൂടി പർദീസ ശുദ്ധമാക്കപ്പെടും. പറഞ്ഞാൽ സ്വർഗാസ്വർഗമല്ല, സ്വർഗാസ്വർഗത്തിൽ ഒരു പ്രശ്നവുമില്ല, അവിടെ നിർമ്മലമാണ്, പരിശുദ്ധമാണ്, അവിടെ ഒരു സംഭവമില്ല. എന്നാൽ സംഭവിക്കുന്ന മുഴുവനും പർദീസയാകുന്ന സ്വർഗത്തിലാണ്. അതിനെ ശുദ്ധീകരിക്കുന്നു. മധ്യാകാശത്തോടുകൂടി ആ ഭാഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലമായിത്തീരുന്നു. പിന്നീട് അവിടെ പാപമുണ്ടാകുകയില്ല, അവിടെ വശീകരണം ഉണ്ടാകുകയില്ല. വശീകരിക്കുന്ന സാത്താനും കൂട്ടരും ഭൂമിയിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമായിട്ട് ചോദിക്കാവുന്നത്, സ്വർഗാസ്വർഗത്തിൽ പറഞ്ഞ് കേൾക്കുന്ന ശബ്ദം ആരുടേതാകും? നമ്മൾ പഠിക്കാനുള്ളതാണ്. ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? അത് 2000 വർഷം ഭൂമിയിൽ
ഇവിടെ ദൈവസഭയുള്ള ബന്ധത്തിൽ തികവുള്ള ഒരു ആൺകുട്ടിയെ തികച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് സ്വർഗാസുരത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ മധ്യാകാശുദ്ധം, അതിനുശേഷമായി സഭ എടുക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് 4 സുപ്രധാന സംഭവങ്ങളാണ്. ഒന്ന്, മധ്യാകാശ പ്രത്യക്ഷാനന്തര സ്വർഗാതിസ്വർഗം. അപ്പം മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷമായി സ്വർഗത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ സ്വർഗാസ്വർഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സ്വർഗാസ്വർഗത്തിൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. അവിടെ ഇതുവരെ മാറ്റം, അവിടെ ഇതുവരെ ഒരു സംഭവം, യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് അവൻ ചെന്നു, അതൊരു മാറ്റമാണ്. അവൻ സ്വർഗാസ്വർഗത്തിൻ്റെ രണ്ടാമത്തെ മാറ്റം സംഭവിച്ചത് നമുക്കാണ് സാധിക്കുന്നത്, ദൈവീകത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഈ 2 സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു മനുഷ്യനായ ഭൂമി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് സ്വർഗാസ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതുവരെയും സ്വർഗാസ്വർഗത്തിൽ പിതാപുത്ര പരിശുദ്ധാത്മാ ദൈവീകത്വവും സ്വർഗാദി സൃഷ്ടികളുമാണ്, അവിടുത്തെ സൃഷ്ടികളും ഉണ്ടായിരുന്നത്. എന്നാൽ 2000 വർഷം മുമ്പ് ചില സംഭവങ്ങൾ സംഭവിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ളത് കർത്താവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, മരിച്ചടക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നതോടുകൂടി അവിടെ മാറ്റം സംഭവിച്ചു. രണ്ടാമത് സംഭവിച്ചത് കർത്താവ് എത്തിയ ശേഷമായി 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. അഥവാ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം 40 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനോടും ചേരുന്ന മണവാട്ടി സഭയാകുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടി സ്വർഗാസിലേക്ക് എടുക്കപ്പെടും. അതാണ് സ്വർഗാസ്വർഗത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ വിശദമായി പഠിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ സംഭവം മധ്യാകാശ യുദ്ധാനന്തര സ്വർഗം. പർദീസയെ സ്വർഗ യുദ്ധം കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടാകുന്ന സ്വർഗം, അതിനുള്ള മാറ്റം, ആ യുദ്ധത്തിന് ശേഷമുള്ള സ്വർഗത്തിലെ പർദീസയെക്കുറിച്ചുള്ള കാര്യമാണ്. 3, മധ്യാകാശ പ്രത്യക്ഷാനന്തര പർദീസ എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്താണ് നടക്കുന്നത്. അപ്പം മധ്യാകാശ യുദ്ധം കഴിഞ്ഞു, അതിനുശേഷമായിട്ട് മധ്യാകാശ യുദ്ധാനന്തര സ്വർഗം, അവിടെ എന്ത് സംഭവിക്കുന്നു, പിന്നീട് മധ്യാകാശ പ്രത്യാശാനന്തര പർദീസ, പിന്നീട് എന്താണ് പർദീസയിലുള്ള സംഭവങ്ങൾ, പ്രധാന മധ്യാകാശ പ്രത്യക്ഷ ശേഷമുള്ള കാര്യങ്ങൾ. 4, മധ്യാകാശ പ്രത്യാശാനന്തര ഭൂമി എന്താണ് സംഭവം. അപ്പം സ്വർഗാസ്വർഗത്തിൽ സംഭവിക്കുന്ന നടക്കുന്ന കാര്യം, യുദ്ധത്തിന് ശേഷം നടക്കുന്ന സംഭവം, അതിനുശേഷമുള്ള പർദീസ, അതുപോലെ മധ്യാകാശ പ്രത്യക്ഷാനന്തര ഭൂമി. ഈ പറയുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയതാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി, ഉത്തരം ഉണ്ട്. ഉത്തരം ഇല്ലാത്ത ഒരു ചോദ്യം പോലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളെ എടുത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം തലത്തിൽ ചോദ്യങ്ങൾ വരാം, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ തക്കതായിട്ടുള്ള മറുപടി കൂടി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സങ്കോചവും കൂടാതെ ഇത് ദൈവത്തിന് ആധികാരികതയിലാണ് പഠിപ്പിക്കുന്നത് പറയുന്നത്. സങ്കല്പത്തിനല്ല പഠിപ്പിക്കുന്നത്, യാഥാർത്ഥ്യത്തിനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ 20 എൻ്റെ കണക്കിന് പ്രകാശം ഏകദേശം 15 ചോദ്യങ്ങളുണ്ട്. ഇത് കൂടാതെ ഏതെങ്കിലും ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചോദിച്ചിരിക്കുന്ന ഈ 12 അധ്യായം 1 മുതൽ അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ കൂടാതെ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ദയവായിട്ട് ചോദിക്കാം. അതല്ല, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കും, മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മുടെ കേട്ടാൽ, അത് യൂട്യൂബിൽ ആര് കേട്ടാലും ഇത് കേട്ടിട്ട് നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം എങ്ങനെയും ഈ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് നാം വളരെ വ്യക്തമായി സ്ഫുടതയോടുകൂടി ഇത് സംശയങ്ങൾ ഇല്ലാതെ വണ്ണം, സംശയം ചോദിച്ചാൽ ആ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കത്തക്കവണ്ണമുള്ള ചോദ്യങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട്
ഈ രീതിയിൽ ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത് ആർക്കും സ്വയമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു പഠനം നമുക്ക് ഈ വെളിപ്പാട് 12 ലഭിക്കണം. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഇത് പകരപ്പെടണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും പൊതുചോദ്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ചോദ്യ ഉത്തരങ്ങൾക്കുള്ളിൽ ഈ 12-ാം അധ്യായത്തിൻ്റെ പഠനം നമുക്ക് വചനപരമായിട്ട് ഇത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലുമാകുന്നു എന്നുള്ളതിന് തെളിവ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വെളിപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് പോകും. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 7, 8, 9 വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരും മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാണ്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. മധ്യാകാശത്തിൽ നടക്കാൻ പോകുന്ന യുദ്ധം, ഇനി നടക്കാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളുണ്ട്. 4 പ്രധാനപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ വെളിപ്പാട് പുസ്തക പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടക്കാൻ പോകുന്നതിൽ 4 യുദ്ധങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മേലാൽ സംഭവിപ്പാണ് 4 യുദ്ധങ്ങൾ. അതിൽ ഒന്നാമത്തെ യുദ്ധമാണ് വേഗത്തിൽ നടക്കാൻ പോകുന്നത്, മധ്യാകാശ യുദ്ധമാണ്. യുദ്ധം സ്വർഗമാകുന്ന മധ്യാകാശ വെച്ച് വേഗത്തിൽ നടക്കാൻ പോകുന്ന യുദ്ധം. അത് വെളിപ്പാട് 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 യുദ്ധങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം. ഏതൊക്കെയാണ്? 5 യുദ്ധങ്ങളാണ്. 5 യുദ്ധങ്ങളുണ്ട്. 5 യുദ്ധങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇനി രേഖപ്പെടുത്തിയിരിക്കുന്ന മേലാൽ സംഭവിപ്പാട് യുദ്ധങ്ങൾ. അതിൽ ഒന്നാമത്തെ യുദ്ധം മധ്യാകാശ യുദ്ധം, നമ്മളെ സ്വർഗാസുരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ യുദ്ധമായി വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുന്ന 12-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് മഹോപദ്രവത്തിലെ യുദ്ധം. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതി ശേഷിപ്പുള്ളവരോട് മഹാസർപ്പം ഭൂമിയിൽ വെച്ച് നടത്തുന്ന യുദ്ധമാണ് അതിനുശേഷം നടക്കാനുള്ള രണ്ടാമത്തെ യുദ്ധം. അപ്പം മധ്യാകാശ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധവെറിയനായിരിക്കുന്ന ഈ സാത്താൻ അവൻ്റെ പരിപാടി നിർത്തത്തില്ല. അവനിവിടെ വന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടി അവൻ ഒരുങ്ങുന്നു. അതാണ് വെളിപ്പാട് 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്. പിന്നീട് വെളിപ്പാട് 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് നടക്കുന്ന യുദ്ധം, അവൻ്റെ ഭരണകാലത്ത് വിശുദ്ധന്മാരോട് യുദ്ധം നടത്തി അവരെ ജയിച്ചു കളയുന്നതിനെ കുറിച്ചാണ്. സാധാരണ യുദ്ധത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ അവരെ ജയിക്കാൻ കഴിയത്തില്ല. അതേക്കുറിച്ച് നമ്മൾ അതുകൊണ്ട് ബന്ധത്തിൽ പഠിക്കും. എന്നാൽ ഈ സാധാരണ മതത്തിൽ അവരെ ജയിക്കാൻ സാത്താന് കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൻ വെള്ളം ദുരുപദേശം ഉപയോഗിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഇപ്പം നിൽക്കാത്തവർ അന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഇതാണ്: സാത്താന്യ മതത്തിൽ പ്രത്യേക അധികാരം ദൈവം അന്ന് ഇവിടെ ജീവനോട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് കൊടുക്കും. കാരണം അന്ന് അവരെ കൊല്ലാൻ കഴിയത്തില്ല. അന്ന് അവരെ ശാരീരികമായിട്ട് അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. അവരെ കൊല്ലാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ ഇറങ്ങി മറ്റുള്ളവരെ കൊന്നുകളയുന്നതുകൊണ്ട് ഭീതി ഉണ്ടാകും. എല്ലാവർക്കും ഭയമായിരിക്കും. അതേക്കുറിച്ചാണ് സാധാരണ മതത്തിൽ. അതുകൊണ്ടാണ് അന്ന് പീഡ എന്നുള്ളത് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അതിനെ ഈറ്റവും അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് അവരെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള അധികാരം നമ്മളെ പിടിച്ചു കിട്ടിയാൽ ജയിലിൽ കൊണ്ടിട്ട് അവിടെ കിടന്നേ പറ്റുള്ളൂ. പക്ഷെ അന്ന് സാധാരണ മതത്തിൽ ദൈവസഭയെ മറ്റുള്ളവരെ ദൈവം നിലനിർത്താൻ വേണ്ടി പ്രത്യേക അധികാരം കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, ഈ സഭ എടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നീട് സാത്താൻ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ ഒരധികാരം ഇല്ലെങ്കിൽ അവൻ ഇഞ്ച പരുവാക്കി കളയും. നമുക്കറിയാലോ, റോളർ ഉപയോഗിക്കുന്ന പോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് മുഴുവനും നശിപ്പിച്ച് കളയും. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംരക്ഷണമാണ് 3.5 വർഷം കൊടുക്കുന്നത്. അന്ന് ആരെയും കൊന്നുകളയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സാത്താനിക മഹോത്സവം എന്ന് പറയുമ്പോഴും അന്ന് അത് ഈറ്റുനോവല്ല. അതിന് കാരണം അന്ന് പ്രത്യേക ശക്തി ഉള്ളതുകൊണ്ട്, അധികാരമുള്ളതുകൊണ്ട്, അവരെ ഉപദ്രവിക്കുന്നവരെ തീ കൊണ്ട് കൊന്നുകളയാനുള്ളതായ അധികാരമുള്ളതുകൊണ്ട്, വെള്ളത്തെ രക്തമാക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് ഭൂലോകം മുഴുവനും ഈ സാക്ഷികളെ കൊണ്ട് ഭയപ്പെടും. 2 സാക്ഷികൾ, പഴയ നിയമത്തിലെ പുതിയ സാക്ഷികൾ. അപ്പോൾ ഇന്ന് എടുക്കപ്പെടാതെ നിൽക്കുന്ന വ്യക്തികൾ അവർ തികവിലേക്ക് എത്തിയില്ലെങ്കിലും അവർക്ക് പ്രത്യേക അധികാരം കൊടുക്കുന്നതുകൊണ്ട് അവരെ അന്ന് കൊന്നു പിടിച്ച് കളയാൻ, ഇല്ലാതാക്കി കളയാൻ കഴിയത്തില്ല.
അതുകൊണ്ട് ആരും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പോകണ്ട. അപ്പം അതുകൊണ്ട് വിചാരിക്കരുത് ഇദ്ദേഹം പറഞ്ഞ് ദുരുപദേശം പഠിപ്പിച്ച് കർത്താവിൻ്റെ സഭ വരുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്ന പ്രത്യേക അധികാരമുള്ളതുകൊണ്ട് അന്ന് പിടിച്ചിരിക്കാമെന്ന് അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം ദൈവസഭയെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. പലർക്കും ചോദ്യം ഉണ്ടായിരിക്കാം, സഭ എടുക്കപ്പെട്ട ശേഷമായിട്ട് ഇവിടെ ഇന്നിപ്പം പരിശ്രമം ഉണ്ടായിട്ട് പിടിച്ചെടുക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ അന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ചോദിക്കും, പലരും ചോദിക്കാറുണ്ട്. ശരിയാണ്, ഇന്ന് അഭിഷേകം ഉണ്ടായിട്ട് നമുക്ക് പിടിച്ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ അഭിഷേകവും ഇല്ല, പരിശ്രമവും ഇല്ലാത്ത ഈ ഭൂമിയിൽ എങ്ങനെയാണെന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതുകൊണ്ട് സഭ ഒന്നടങ്കം ഇല്ലാതായിത്തീരാൻ വേണ്ടി, വിശുദ്ധമായി ഇല്ലാതായിത്തീരാൻ വേണ്ടി ദൈവം പ്രത്യേക അധികാരം വന്ന് കൊടുക്കും. 3 വർഷമാണ്. അതിന് ശേഷമായി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിച്ചു കളയാനുള്ള അധികാരമാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ കൊടുക്കുന്നത്. ആ സമയത്താണ് ആൾക്കാരുടെ തലയർപ്പിക്കപ്പെടുന്ന ഒന്നാണ് വല്ലാത്ത ഉപദ്രവം ഉണ്ടാകുന്നത്. അത് 3 വർഷമാണ്. ഈ സംശയം മാറി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നാൽ സാത്താനിക മതത്തിൽ എന്താണ് ചെയ്യുന്നത്? വചനത്തോട് വിരുദ്ധമായി അവൻ്റെ ദുരുപദേശമായ പഠിപ്പിക്കലുണ്ടാകും. അന്ന് വലിയ പെരുവെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ ദുരുപദേശം മുഴുവൻ അനേകരെ ഒഴുക്കിക്കളയും. പിടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാർ ആ ഭാഗത്ത് നിൽക്കും. അവർക്ക് പ്രത്യേക അധികാരം ദൈവം കൊടുത്തിരിക്കും. അതിനുശേഷമാണ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനുള്ള അധികാരം ദൈവം എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ കൊടുക്കുന്നത്. അന്നാണ് വിശുദ്ധന്മാരെ കൊന്നുകളയുന്നത്. അതേക്കുറിച്ചാണ് ഈറ്റുനോവിൻ്റെ ആരംഭത്തെക്കുറിച്ച് മത്തായി 24 അധ്യായം കഴിഞ്ഞ ദിവസം പഠിച്ചത്. പിന്നീട് അത് എതിർക്രിസ്തു ഭരണം 3 വർഷമാണത് കുറയ്ക്കത്തില്ല. 3 വർഷം സാത്താനിക ഉപദ്രവം, 3 വർഷം എതിർക്രിസ്തുവിൻ്റെ ഭരണം. ഈ ദിവസങ്ങൾ കുറയത്തില്ല. അത് 42, 84 മാസം ഉണ്ടായിരിക്കും, 7 വർഷം ഉണ്ടായിരിക്കും. അല്ല, അതിന് ശേഷമായിട്ട് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള ദിവസം, ഇപ്പം എതിർക്രിസ്തു ഭരണം അവസാനിക്കുന്ന മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയുള്ള ചുരുക്കം സമയമുണ്ട്. അത് ചുരുക്കിക്കളയുന്ന ദിവസമാണ്. അത് മിനിമം 1 മാസവും മാക്സിമം 2.5 മാസവുമായിരിക്കും. അതിനാണ് പ്രസവവേദന എന്ന് പറയുന്നത്. ആ സമയത്ത് അതിഭയങ്കരമായ പീഡയായിരിക്കും ഭൂമി ഉണ്ടായിരിക്കുന്നത്. വിശ്വാസം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം മാറിപ്പോകും. ഇതാണ് ഭാവികാല യുദ്ധത്തോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായി നടക്കുന്നത് ഹർമോദൻ യുദ്ധമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ളവരെല്ലാം കഷ്ടപ്പെടുത്തി തിന്നുമുടിച്ച് ഇല്ലാതാക്കി, വിശ്വാസമില്ലാതാക്കി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഹർമോദൻ യുദ്ധം സംഭവിക്കുന്നത്. അന്ന് ദൈവത്തോട് നിൽക്കാൻ വേണ്ടിയുള്ളവരെ ദൈവം അവിടെ സജ്ജമാക്കി നിർത്തും. അത് വെളിപ്പാട് 16 അധ്യായം 14 വാക്യത്തിൽ പറയുകയാണ്. അന്ത്യയുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. വെളിപ്പാട് 20 അധ്യായം 8 വാക്യം. ഇപ്പോൾ വെളിപ്പാടത്തിൽ മേലാൽ സംഭവിക്കാതിരിക്കുന്ന 5 യുദ്ധങ്ങളുണ്ട്. അതിൽ ഇതുവരെ ഈ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. സംഭവിക്കാൻ പോകുന്ന മധ്യാകാശ യുദ്ധമാണ്. അതിനുശേഷമായിട്ട് മഹായുദ്ധത്തിലെ യുദ്ധം ഉണ്ടാകും. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് നടക്കുന്ന യുദ്ധമുണ്ടാകും. ഹർമോദ യുദ്ധമുണ്ട്. അതുപോലെ ഗോഗ് മാഗോഗ് അന്ത്യയുദ്ധമുണ്ട്. ഇങ്ങനെ 5 യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിലൊന്നും ഇത് ദൈവസഭ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ദൈവസഭയുടെ എടുക്കപ്പെടുന്ന ദിവസം നടക്കുന്ന യുദ്ധമാണിത്. മഗോത്ത് യുദ്ധത്തിലൂടെ ദൈവസഭ എന്ന് പറയുമ്പോൾ തികവുള്ളവർ, ദൈവസഭയുടെ ശേഷിപ്പ് കാണും എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയട്ടെ, ദൈവസഭയുടെ ആദിജാതമായ സഭ മാത്രമേ ആഗോള സഭയിൽ നിന്ന് എടുക്കപ്പെടുകയുള്ളൂ. ബാക്കിയുള്ളവരുടെ ശേഷിപ്പ് ഭൂമിയിൽ കാണും. അവർ സാധാരണ മഗോത്തിലൂടെ കടന്നു പോകണം. അതുപോലെ അതിനകത്ത് ചിലർ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിലൂടെ കടന്നു പോകും. അതിനകത്ത് പുനരുത്ഥാനം പ്രാസവിദേശം വായിക്കാത്തവർ അന്ന് 7 വർഷമല്ലേ ഉള്ളൂ, ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ കാണും എന്നുള്ളത് മനസ്സിലാകും. അതിന് ശേഷമായി 1000 ആണ്ട് കഴിഞ്ഞ് അവസാനത്തിൻ്റെ സമയത്താണ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത്. ഈ 5 യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചുള്ള സന്ദർഭങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം ഈ പറയുന്ന യുദ്ധത്തിൽ ആദ്യത്തെ യുദ്ധമായിരിക്കുന്ന മധ്യാകാശ യുദ്ധം നിറവേറപ്പെടുന്നതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 12 അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാമത്തെ വാക്യത്തെ മനസ്സിലായാലും പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടെന്നുമില്ല. പരാജിതരായി ഭൂമിയിലേക്ക്, കർത്താവിൻ്റെ പാദപീഠമാകുന്ന ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളി. പഴയ പാമ്പ്, ഏതെങ്കിലും പ്രത്യക്ഷപ്പെട്ട പഴയ പാമ്പ്, അത് മഹാസർപ്പമായി ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. അതാണ് വെളിപ്പാട്. നമ്മൾ സംഗീതത്തിന് 110 അധ്യായത്തിൻ്റെ 1 വാക്യത്തെ ആധാരമാക്കി
വെളിപ്പാട് ദിവസം പറഞ്ഞ താക്കോൽ വാക്യമായി വളരെ സുദീർഘമായി പഠിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി സംശയമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ കേട്ടാൽ മതി. അപ്പോൾ അന്ന് നടക്കുന്ന യുദ്ധത്തിൽ പരാജിതനായിട്ട് സാത്താൻ അവൻ്റെ സൈന്യം ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഇവിടുന്ന് കർത്താവിൻ്റെ രക്തത്താൽ തികവ് പ്രാപിക്കുന്ന വിശുദ്ധന്മാർ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ഉയർച്ച പ്രാപിക്കും. സാത്താൻ താഴ്ചയിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുന്ന വിശുദ്ധന്മാർ എത്രമാത്രം ഉയരുമെന്ന് ചോദിച്ചാൽ സ്വർഗാസ്വർഗത്തിലെ സിംഹാസനിപ്പാൻ വേണ്ടി അത്രമാത്രം ഉന്നതിയിലേക്ക് അവർ ഉയർത്തപ്പെടുവാൻ കഴിയാത്ത രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, എത്രകരമായ ശ്രേഷ്ഠകരമായ ദൈവിക കൃപയാണ് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധാനന്തര സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തവനോട് തള്ളിക്കളഞ്ഞു. അതിൻ്റെ 10-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. ഭൂതലത്തെ മുഴുവൻ തിരിച്ച് പിശാചെന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന സാത്താൻ എന്ന പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിനുശേഷമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ വിളിച്ചു പറയുന്ന കാര്യമാണ് അതിൻ്റെ 10-ാം വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പോൾ ഇത് സംസാരിക്കുന്ന ആരാകുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇത് സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന പരിശുദ്ധാത്മാവ് ദൈവം പ്രസ്താവിക്കുന്ന വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ സംസാരിക്കുന്ന മഹാശബ്ദം മറ്റാരുടെയുമല്ല, ഭൂമിയിൽ ആയിരുന്ന ആ തികവ് പ്രാപിക്കുന്ന ദൈവസഭയും കൊണ്ട് സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തിയ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അവൻ ചെയ്ത പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിൻ്റെ റിപ്പോർട്ടാണ് അവിടെ വിളിച്ചു പറയുന്നത്. പറഞ്ഞാൽ 2000 വർഷം ഇപ്പോഴായി എന്നാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് നമുക്കറിയത്തില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സംസാരത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും അവൻ്റെ രാജ്യത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന മഹാശബ്ദം എന്നുള്ളത് ഞാനത് എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നുള്ള വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം പറയുന്ന ആ ശബ്ദമാണെന്ന് ഇനിയും വെളിപ്പെടുത്തണമെങ്കിൽ അത് വെളിപ്പെടുത്ത പഠനമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. നമുക്കിവിടെ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് 10 ഭാഗങ്ങളിൽ ഈ മഹാശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-ാമത്തെ മഹാനാദം എന്നുള്ളത് വെളിപ്പെടുത്ത 1-ാം അധ്യായം 11-ാം വാക്യമാണ്. നമുക്കറിയാം യോഹന്നാന്റെ പിമ്പിൽ കേൾക്കുന്ന മഹാശബ്ദം. 4-ാം അധ്യായം 1-ാം വാക്യത്തിലെ കാഹളനാദം പോലെ സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം യേശുക്രിസ്തു ശബ്ദമാണ്. 4-ാം അധ്യായം 1-ാം വാക്യം. 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇവിടെ കയറി വീഴുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടത്. അത് 2 സാക്ഷിയോടൊപ്പം നിർത്താതെ യേശുക്രിസ്തു പറയുന്നതാണ്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ മഹാശബ്ദം പറഞ്ഞു കേട്ടത് 12-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ മഹാശബ്ദം പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് 12-ാം പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. അതേപോലെ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം കേട്ടു, ആത്മാവ് പറയുന്നത് 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി ക്രോധകലശം വീഴും ഭൂമിയിൽ ഒഴിച്ചു കളയുന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. 16-ന്റെ 17 അപ്പോൾ സംഭവിച്ചു തീർന്നത് മഹാശബ്ദം ദേവാലയത്തിൽ സിംഹാസനത്തിൽ നിന്ന് വന്നു. 18-ാം അധ്യായം 4-ാം വാക്യം വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്. 19-5 അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. 21-ാം അധ്യായം 3-ാം വാക്യം സിംഹാസനത്തിൽ മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 10 സന്ദർഭങ്ങളിൽ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം അത് അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ മധ്യാകാശത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മധ്യാകാശ പ്രത്യക്ഷാനന്തര
സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. പറഞ്ഞ പരിശുദ്ധാത്മാവ് സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ 4 കാര്യങ്ങളുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തുന്നത്. 4 സ്ഥലങ്ങളിൽ നടക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ദൈവരാജ്യത്തെ അതിശ്രേഷ്ഠമായ നിലയിലുള്ള നിർമ്മല കന്യകയുടെ പുനരുത്ഥാനം സ്വർഗ്ഗാരോഹണം പൂർത്തീകരിക്കപ്പെട്ടതോടു കൂടിയാണ് തിരുവചനത്തിൽ നിഴലായി സ്ഥാപിച്ചിരിക്കുന്ന ആ കാര്യം പൊരുളായി തീരുന്നത്. കർത്താവ് ഒന്നാമതവരെങ്കിൽ മാനവവാദ പരിഹാരം വരുത്തിയ സ്ഥാപനമാണ്. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത്തിലാണ് പാതാള ഗോപുര ശക്തികളെ പരാജയപ്പെടുത്തി ഭൂമിയിൽ നിന്നും ആകാശത്തിലൂടെ ആദിജാതന്മാരുടെ സഭ ജയാളികളായി സ്വർഗാസുരത്തിലേക്ക് പുനരുത്ഥാനന്തരം പ്രവേശിക്കപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ പ്രഖ്യാപിക്കുന്ന വാക്കുകളുടെ മർമ്മം ആണ് ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം എന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവം ബഹുപദത്തിൽ. അതുവരെയും അങ്ങനെ പറയാതെ, നമ്മുടെ ദൈവം എന്ന് പറയാതെ, കർത്താവിൻ്റെ പുനരുത്ഥാന സമയത്ത് കർത്താവ് പറഞ്ഞത് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ എൻ്റെ അടുക്കൽ കയറി പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്നാണ് പറയുന്നത്. അതുവരെ ഭൂമിയിലെ സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് സഭ എടുക്കപ്പെട്ട ശേഷമായി അവിടെ എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം എന്നല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൈവീയ തത്വത്തോടുള്ള ബന്ധത്തിലുള്ള പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവകൃപയാൽ അവൻ്റെ പുത്രൻ്റെ അതേ സദൃശ്യമായിരിക്കുന്ന പുത്രത്വ ആദിജാതന്മാരുടെ അവിടെ എത്തിയ ശേഷമായി അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം പുത്രനാ ദൈവത്തോട് സമത്വത്തിലായ പരിശുദ്ധാത്മാവൻ ദൈവം പിതാവൻ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാവാം ദൈവത്തോട് അവൻ നമ്മുടെ ദൈവം, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഭാഗത്ത് സ്വർഗത്തിലേക്ക് ആദിജാതന്മാരുടെ സഭ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിങ്ങളുടെ, എൻ്റെ എന്നല്ല, നമ്മുടെ എന്നുള്ള ആ ഒരുമയുടെ ഒന്നായി ചേർന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഈ വേദവസ്ഥ എഴുതിക്കുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം അത്രമാത്രം വലുതാണ്, അർത്ഥയാപ്തിയുണ്ട്. ഇവിടെ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞില്ല, എൻ്റെ ദൈവം എന്ന് പറഞ്ഞില്ല. പിതാവാൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുകയാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വമാകുന്ന ദൈവവും പുത്രത്വം പ്രാപിച്ച ആദിജാതന്മാരായവരുടെ സഭയും മധ്യാകാശത്തിന് ശേഷം സ്വർഗത്തിലാകുന്നു, അത് ഒന്നാകുന്നു എന്നതിൻ്റെ വ്യക്തതയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ദൈവിക ഉദ്ദേശത്തിൽ മറഞ്ഞിരിക്കുന്ന സ്വർഗീയ മർമ്മമാണ് ദൈവസഭ എടുക്കപ്പെടുന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ബാക്കിയുള്ള ഭാഗം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഈ ഭാഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ദൈവം ഉദ്ദേശിച്ച സർവസൃഷ്ടിക്ക് മുമ്പായി ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടിരുന്ന ആ ആൺകുട്ടിയാകുന്ന തൻ്റെ പുത്രനോട് സമാനതയുള്ള എന്ന് പറഞ്ഞാൽ സദൃശരായിത്തീരുന്ന ഒരു കൂട്ടത്തെ ദൈവം കണ്ടിരുന്നു. അതാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വരൂപത്തിൽ സദൃശ്യലും. ഇവിടെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സദൃശ്യപ്പെടുന്ന ഒരു കൂട്ടം ജനമായി തീരുവാൻ മൺപൊടികളായിരിക്കും നമുക്ക് ഭാഗ്യമുണ്ട്. ഇതിൽ പരം ഏത് സ്ഥാനമാ വേണ്ടിയത്, ഏത് നിലയാ വേണ്ടിയത്, ഏത് സ്ഥാനമാ ആർക്കാ വേണ്ടിയത്? പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാനത്തിന് മുമ്പിൽ, ഈ വിലയുടെ മുമ്പിൽ ഇന്ന് രാത്രി മുട്ടുകളെ മടക്കാം. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ കുനിക്കാൻ, കർത്താവേ അങ്ങയോട് ചേരുവാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. നമ്മുടെ ദൈവമെന്നാണ് ജയാളികളെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ പരിശുദ്ധ ദൈവം ഡിക്ലെയർ ചെയ്യുന്നത്. ആ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യമുള്ളവരായിത്തീരുവാൻ, ആ ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരുവാൻ, ദിവസങ്ങളിൽ തൻ്റെ സ്വന്തം പുത്രൻ രക്തമൂറ്റി തന്ന് നമ്മെ പണിതെടുത്ത് അവനെ സ്വരൂപ സദൃശമാക്കി മാറ്റിയിരിക്കുന്ന ആ ക്രിസ്തുയേശുവിനോട് അനുരൂപപ്പെടുവാൻ, അവൻ്റെ സ്നേഹ രൂപത്തോട് അനുരൂപപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചും ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന്
ഒരു ദിവസം നാം എടുക്കപ്പെടും കേട്ടോ. അത് എന്നാണെന്ന് അറിയത്തില്ല. അങ്ങനെ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിൽ അറിയപ്പെടുന്നത് നമ്മുടെ ദൈവമെന്നാണ്. ഇവിടെ നമ്മുടെ സ്വർഗസ്നായ പിതാവേ എന്നും ഞങ്ങളുടെ കർത്താവേ എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് വിളിക്കുകയാണ്. എന്നാൽ നമ്മുടെ ദൈവമെന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം നമ്മുടെ തലമേലുണ്ട്. രാത്രി നമ്മുടെ തലകളെ ദൈവസനിൽ വണങ്ങിക്കൊണ്ട് ദൈവത്തോട് പറയാൻ, കർത്താവേ, ഇത്ര ശ്രേഷ്ഠമായ പദവി എനിക്ക് നൽകുവാൻ ഞാൻ എന്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര പദവി എനിക്ക് നൽകാൻ എന്തുള്ളൂ എന്നുള്ള പാട്ടുകൾ പാടിയിരിക്കുന്നത്. രാത്രി ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുമോ? സമയം പോയതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിർത്താൻ ആഗ്രഹിക്കുന്നത്. ദൈവം വെച്ചാൽ ബാക്കി ഭാഗങ്ങൾ നമ്മൾ നാളെ ചിന്തിക്കുന്നതായിരിക്കും. പരിശുദ്ധമായ സ്വർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉയർത്തപ്പെട്ട ശേഷമായ കഥ പറഞ്ഞ്, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ എൻ്റെ അടുക്ക് ഞാൻ കരയേറിപ്പോകുന്നെന്ന് പറഞ്ഞ് ആ ഒരു ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു നമ്മുടെ ദൈവം, നമ്മുടെ പിതാവെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് തെളിവ് പ്രാപിക്കുന്നവരെ കൊണ്ട് ഇത് ചെന്ന് കഴിയുമ്പോൾ സ്വർഗത്തിൽ അന്ന് വരെ ഉണ്ടാകാത്ത, ഇതുവരെയും അതിന് സാധ്യമല്ലാത്ത ആ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് മുമ്പായി നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മുടെ ആത്മമണവാളൻ ഈ ആകാശത്തിലൂടെ കടന്നുപോയി നമുക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ ഇവിടുന്ന് സ്വർഗത്തിൽ എത്തിച്ച് നമ്മുടെ ദൈവം എന്ന് പറയുന്ന അവനോട് സദൃശ സ്വരൂപമായിത്തീരുന്ന ദൈവത്തോട് ചേരുവാനുള്ള മഹാഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയണം, ഞങ്ങൾ ചേരുന്നത് അങ്ങയോടാണ് കർത്താവേ, അങ്ങയോട് ചേരുവാനാണ്. ഒന്നുകിൽ ഇളായിരിക്കുന്ന സർപ്പത്തോടുകൂടി സാത്താനോട് ഇളോടുകൂടി പോകാം മനുഷ്യ, അതല്ല ദൈവത്തോടുകൂടി ചേർന്ന് അവനോടുകൂടി വെളിച്ചത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രാത്രി തലകുനിച്ച് ദൈവത്തിൽ പറഞ്ഞാട്ട്, കർത്താവേ, എന്നെ കൂടി എൻ്റെ കുടുംബത്തെ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടി ഈ തേജസ്സേറിയ ഉന്നതിയിലേക്ക് അവിടുത്തെ സിംഹാസനത്തിൽ വയ്ക്കുവാൻ നമ്മുടെ ദൈവം എന്ന് പറയുന്ന ആ ശബ്ദം കേട്ട് അവിടെ അങ്ങയോടുകൂടി എന്നുമായിരിക്കാൻ കൃപ നൽകണമേ. അതെ, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേരുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ, നാം ഈ സ്വർഗീയ വിളിയെ തള്ളിക്കളയാതെ, ഈ പരമവിളിയെ തള്ളിക്കളയാതെ രാത്രി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംശയങ്ങളെല്ലാം മാറി നാം ദിവസങ്ങളിൽ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, നാം ആ നിത്യതയിൽ അവനോടുകൂടെ നമ്മുടെ ദൈവം എന്ന് പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ അവിടെ പരിചയപ്പെടുത്തുവാൻ ദൈവത്തിന് കൃപ തോന്നുന്നു. അതേ, ഭൂമിയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ആരും കാണത്തില്ല. നമ്മെ ഒരുക്കിയെടുക്കുന്ന മണവാട്ടി സഭയെ സ്വർഗത്തിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തും നമ്മുടെ ദൈവം. പിതാവാം ദൈവം നമ്മുടെ ദൈവമാണ്, പുത്രനാം ദൈവം നമ്മുടെ ദൈവമാണ്, പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ദൈവമാണ്. അതെ, എടുക്കപ്പെടുന്ന സഭ ദൈവിക തൃത്വത്തോട് ചേരുമെന്നുള്ള ആ സ്വർഗീയ പദവിയെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇനിയും വെളിപ്പാട് സംബന്ധമായി ഏതെങ്കിലും തർക്കങ്ങളോ വാദങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാൻ മടിക്കരുത് എന്നൊരിക്കൽ കൂടി ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ആത്മീയ വെളിപ്പാടിൻ്റെ ഏകദേശമുള്ളൊരു വിവരണം 12-ാം അധ്യായത്തിൽ ചോദ്യോത്തരത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. കളയാതെ ആവർത്തിച്ച് ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് അയവിറക്കി ധ്യാനിച്ച് ദിവസങ്ങളിൽ നമ്മുടെ സ്ഥാനവും വിലയും നിലയും മനസ്സിലാക്കി പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേരുന്ന നമ്മുടെ ദൈവമെന്ന് പറയുന്ന വലിയൊരു ബന്ധ സ്വർഗത്തിൽ ചേർന്നുണ്ടാകുവാൻ വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ, പരിശുദ്ധമാവ് തുണ നിൽക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് വചനത്തെ വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.